മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയെക്കുറിച്ച് ഓഹരി നിക്ഷേപകർക്കുള്ള സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് മറുപടി നൽകുന്നു. ലാസ്റ്റ് വീക്ക് മേജർ വേരിയേഷൻ ഇല്ലാതെയാണ് നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. മേജർ ന്യൂസ് ഒന്ന് RBIയുടെ ക്രെഡിറ്റ് പോളിസിയും അതുപോലെ തന്നെ US നിന്ന് വന്ന ഇക്കണോമിക് ഡാറ്റയുമായിരുന്നു. ഇത് രണ്ടും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നെഗറ്റീവായിരുന്നു. എന്നാൽ മാർക്കറ്റ് ഒരു ഇമ്മീഡിയറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ഈ ന്യൂസുകൾക്ക് കഴിഞ്ഞുള്ളൂ. വീണ്ടും മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിൽ തന്നെയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് നമ്മൾക്ക് കാണാം. അപ്പോൾ മൺഡേ മാർക്കറ്റ് RBIയുടെ പോളിസി മാർക്കറ്റിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു. ഒരു 50 ബേസിസ് പോയിന്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചു റിവേഴ്സ് റിപ്പോ നിരക്കുകളിൽ. അതുണ്ടായില്ല. കാരണം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കുറയുന്ന ഈ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും RBIയുടെ ഭാഗത്തു നിന്നും ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇൻഫ്ലേഷൻ കൂടി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ രീതിയിൽ ഒരു റേറ്റ് കട്ട് സാധ്യമല്ല എന്നുള്ളൊരു വിലയിരുത്തലായിരുന്നു RBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് ഇമ്മീഡിയറ്റ് ഒരു റിയാക്ഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായി. 74 പോയിന്റ് ഡൗൺ ആയി മാർക്കറ്റ് ക്ലോസ് ചെയ്തു. 5064 മൺഡേ നിഫ്റ്റി ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. എന്നാൽ വരും ദിവസങ്ങളിൽ വീണ്ടും മാർക്കറ്റ് പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ബാങ്കിങ് അതുപോലെ കൺസ്യൂമർ ഗുഡ്സിലൊക്കെ എല്ലാ സെക്ടറിലും ഒരു പോസിറ്റീവ് ബൈയിങ് ഇൻട്രസ്റ്റ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. വ്യാഴാഴ്ചയോടുകൂടി മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. എന്നാൽ 5130 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. ഫ്രൈഡേ മാത്രമാണ് വീണ്ടും മാർക്കറ്റ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ച US നിന്ന് പുറത്തു വന്ന ഇക്കണോമിക് ഡാറ്റ ഗ്ലോബൽ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ ഒന്ന് ജോബ്ലെസ് ക്ലെയിം വളരെ മോശമായി, ഹോം സെയിൽസ് മോശമായി, മാനുഫാക്ചറിങ് ഡാറ്റ മോശമായി. ഈ വന്ന ഡാറ്റകളെല്ലാം തന്നെ മോശമായിരുന്നു. അതേ സമയത്ത് തന്നെ മൂഡീസ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് മേജർ 15 ബാങ്കിനെ ഡൗൺഗ്രേഡ് ചെയ്തു. അത് ബാങ്ക് ഓഫ് അമേരിക്ക, മോർഗൻ സ്റ്റാൻലി, JP മോർഗൻ, സിറ്റി ബാങ്ക്, ഗോൾഡ്മാൻ സാക്സ് പോലെയുള്ള മേജർ ബാങ്കുകളെ ഡൗൺഗ്രേഡ് ചെയ്ത് ഗ്ലോബൽ ഇക്കോണമിയിലെല്ലാം തന്നെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരവസരത്തിൽ എനിക്കൊന്ന് വ്യാഴാഴ്ച 250 പോയിന്റാണ് ഡൗ ജോൺസ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ നാസ്ഡാക്ക് 74 പോയിന്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. എന്നാൽ ഫ്രൈഡേ മാർക്കറ്റിൽ ഇമ്മീഡിയറ്റ് ഇന്ത്യൻ മാർക്കറ്റിലും അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായി. ഒരവസരത്തിൽ 5100 മാർക്ക് ബ്രേക്ക് ചെയ്ത് 5094 ലെവലിലേക്ക് നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു നമ്മൾ കണ്ടു. എന്നാൽ മിഡിൽ സെഷനോടുകൂടി മാർക്കറ്റിൽ വീണ്ടും റിക്കവറി വന്നു. മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് 5130യുടെ മുകളിൽ ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തി എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് തന്നെയാണ്. ഫ്രൈഡേ റുപ്പി വീണ്ടും ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഒന്ന് ഗ്ലോബലി യൂറോപ്പിലുണ്ടായിരിക്കുന്ന ക്രൈസിസ് ഗ്ലോബലി തന്നെ ഒരു ഡോളർ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. അതുപോലെ ഓയിൽ കമ്പനികൾ ക്രൂഡ് ഓയിൽ ശേഖരിക്കുന്നത് അതിൽ ഡോളറിലാണ് കൺവേർഷൻ വരുന്നത്. ആ ഒരു ഡോളർ ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. ഇതെല്ലാം തന്നെ 57 മുകളിലേക്ക് റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതെല്ലാം ഇമ്മീഡിയറ്റ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും FISന്റെ പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഈ ഒരു മോശം കാലാവസ്ഥയിലോ അല്ലെങ്കിൽ മോശം ഇക്കണോമിക് ഡാറ്റ വരുമ്പോഴും FIS ബൈയിങ് സൈഡിലായിരുന്നു എന്നുള്ളതാണ് പലപ്പോഴും പോസിറ്റീവ്. പലപ്പോഴും മാർക്കറ്റിനെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യിക്കുന്ന FISന്റെ പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. അത് തന്നെയാണ് ലാസ്റ്റ് വീക്കായിട്ട് ഇത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 2 വീക്സ് ആയിട്ട് FIS ബൈയിങ് സൈഡിലാണ്. അതാണ് മാർക്കറ്റ് ഇപ്പോഴും ഇത്രത്തോളം നെഗറ്റീവ് ഡാറ്റകൾ വന്നിട്ട് മാർക്കറ്റ് പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ FISന്റെ ചെറിയ രീതിയിലുള്ള ഒരു ലിക്വിഡിറ്റി തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. ടെക്നിക്കലി മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഫ്രൈഡേ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5130 എന്ന് പറയുന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്തു. അത് വളരെ പോസിറ്റീവായിട്ട് കാണാം. ടെക്നിക്കലി മാർക്കറ്റ് 5080 എന്ന് പറയുന്ന ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ നിഫ്റ്റി ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണ്. കാരണം 5080 സ്റ്റോപ്പ് ലോസോട് കൂടി ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണ്. 5200, 260 to 5300 എന്ന് പറയുന്ന ഫൈനൽ സെല്ലിംഗ് പോയിന്റ് ആണ്. ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് 5300 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം FISന്റെ പാർട്ടിസിപ്പേഷൻ അതുപോലെ ടെക്നിക്കലി മാർക്കറ്റ് ഒരു ബുള്ളിഷ് സോണിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5000 to 5040 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ടെക്നിക്കലി ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5080 ആണ്. 5080 സ്റ്റോപ്പ് ലോസോട് കൂടി ഒരു ലോങ് പൊസിഷൻ നിഫ്റ്റിയിൽ അഡ്വൈസബിൾ ആണ്. അത് 5200, 260 ആൻഡ് ഫൈനലി 5300. ഇതാണ് ടെക്നിക്കലി നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാവുന്ന ഒരു റേഞ്ച്.
ഈ ആഴ്ച പോസിറ്റീവ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയ സ്റ്റോക്കുകൾ നമ്മൾക്കൊന്ന് പരിശോധിക്കുക. അതിൽ പ്രധാനമായിട്ടും ONGC ആണ്. ONGC 5%-അടുത്താണ് ബെറ്റർ ആയത്. ഇതിൻ്റെ ഒരു പ്രധാന റീസൺ ചൈനയിലെ മേജർ ഓയിൽ റിഫൈനിങ് കമ്പനിയായ CNPCയുമായി ഒരു ടൈപ്പ്, ഒരു വേൾഡ് വൈഡ് എക്സ്പ്ലോറേഷനുള്ള ഒരു ടൈപ്പ് ONGC സൈൻ ചെയ്തു. ഇതുകൊണ്ട് ഈ സ്റ്റോക്ക് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. 5%-അടുത്ത് ബെറ്റർ ആയിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തി. ONGC ടെക്നിക്കലി കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഹീറോ മോട്ടോഴ്സ് ആണ്. ഹീറോ മോട്ടോഴ്സ് അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് 7 മില്യണിൽ നിന്നും 9 മില്യണിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ രാജസ്ഥാനിൽ അവരുടെ പുതിയ R&D ഡിവിഷൻ തുടങ്ങുന്നു. ഇതൊക്കെ ഒരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. അതുപോലെ ഇവരുടെ സെയിൽസ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. ഇതാണ് ഈ സ്റ്റോക്ക് കഴിഞ്ഞ റിസൾട്ടിന് ശേഷം വളരെയധികം സെല്ലിംഗ് പ്രഷർ നേരിട്ട ഒരു കമ്പനിയായിരുന്നു ഹീറോ മോട്ടോഴ്സ്. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ കുറച്ച് പോസിറ്റീവ് സോണിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ പവർ ഗ്രിഡ് വീണ്ടും പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് അതിൻ്റെ ഒരു പ്രധാന റീസൺ ഇവർ ഒരു ജോയിൻറ്റ് വെഞ്ചറായി ഒരു ഇലക്ട്രിക് കാർ മാനുഫാക്ചറിങ്ങിലേക്ക് തിരിയുന്നു എന്നുള്ള ന്യൂസ്. അതുപോലെ ഗ്ലോബലി ലാൻഡ് റോവർ ജാഗോർ സെയിൽസ് ഇംപ്രൂവ്മെൻറ്റ്, ഇതൊക്കെ തന്നെയാണ് ഈ സ്റ്റോക്ക് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ടായത്. അതുപോലെ ഹീറോ മോട്ടോഴ്സ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്ത് നഷ്ടം രേഖപ്പെടുത്തിയ സ്റ്റോക്ക് എന്ന് പറയുന്നത് TCS അതുപോലെ സെയിലാണ്. TCS പ്രധാനമായിട്ടും ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ലിംഗ് കോൾ കൊടുത്തു. അതായിരുന്നു പ്രധാനമായിട്ട് ഈ സ്റ്റോക്ക് ലോവർ ലെവലിലേക്ക് പോയത്. അതുപോലെ സെയിൽ വീണ്ടും ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തു. ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന ഈ റിസഷൻ ഇവരുടെ ഗ്ലോബൽ സെയിൽസിനെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വിലയിരുത്തിക്കൊണ്ടായിരുന്നു സെയിൽ. അതുപോലെ തന്നെ ഹിൻഡാൽകോ പോലെയുള്ള സ്റ്റോക്കുകൾ പ്രധാനമായിട്ട് കോപ്പർ അലുമിനിയം ഡിമാൻഡ് കുറയാനുള്ള ഒരു സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് ഈ ഹിൻഡാൽകോയിലും സെയിലിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു. അത് പ്രധാനമായിട്ട് ഇതിൻ്റെ റീസൺ ഗ്ലോബലി ഇവരുടെ സെയിൽസ് കുറയാനുള്ള ഒരു സാധ്യത വിലയിരുത്തിക്കൊണ്ടായിരുന്നു ഈ സ്റ്റോക്കുകൾ ലോവർ ലെവലിലേക്ക് പോയത്. നെക്സ്റ്റ് വീക്ക് ഈ ONGC ഹീറോ മോട്ടോഴ്സ് പോലെയുള്ള സ്റ്റോക്കുകൾ വീണ്ടും കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി നിക്ഷേപകരുടെ കത്തുകളിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് പ്രവീൺ കുമാറിൻ്റെ ലെറ്ററാണ്. അദ്ദേഹം വളരെ നല്ല കുറച്ച് സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നു. അതിൽ പ്രധാനം HDL, TCS, സെസഗോവ പോലെയുള്ള ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. അദ്ദേഹം ഒരു ലോങ് ടേം ഇൻവെസ്റ്ററാണ്. ഈ സ്റ്റോക്കുകൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഹോൾഡ് ചെയ്യുന്നത് നല്ലതാണ്. ടെക്നിക്കലി അടുത്തൊരു ബൈയിങ് റേഞ്ച് എവിടെയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യമായിട്ട് HDL ആണ്. HDL ടെക്നിക്കലി ഒരു ബ്രേക്ക്ഔട്ട് തന്നെയാണ്. കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു സപ്പോർട്ട് ലെവൽ 70 and 62 മേജർ സപ്പോർട്ട് ലെവലാണ്. 88 ആണ് ടെക്നിക്കൽ റെസിസ്റ്റൻസ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇദ്ദേഹത്തിൻ്റെ 88 ലെവൽ ഒരു ഷോർട്ട് ടൈം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ഫണ്ടമെന്റലി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റോക്ക് വളരെ സൗണ്ട് തന്നെയാണ്. ഒരു പോസിറ്റീവ് മൂവ്മെന്റും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കാണുന്നുണ്ട്. ദെൻ TCS ആണ്. ലാസ്റ്റ് വീക്ക് ചെറിയ രീതിയിൽ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഒരു ബ്രോക്കിംഗ് ഹൗസസ് ഇതിന് സെൽ കോൾ കൊടുത്തു, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വാർണിംഗ് കൊടുത്തു. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് കുറച്ചൊരു ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്തത്. റുപ്പി ഇത്രത്തോളം ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ TCSനെ പോലെയുള്ള കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. ഇതിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവൽ 1196 and 1150 ആണ്. ഈ രണ്ട് ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 1300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. എനിക്കൊന്ന് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിൽ 1300 നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ TCS 1300 ലെവൽ വരാം. അത് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് പരിഗണിക്കുക. ദെൻ സെസഗോവയാണ്. സെസഗോവ 176 and 170 രണ്ട് സ്റ്റോക്കും ഫണ്ടമെന്റലി ഈ സ്റ്റോക്ക് വളരെ സൗണ്ടാണ്. ഇവർ 176 and 170 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന രണ്ട് സപ്പോർട്ട് സോൺ. 194 ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ് 194. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 675 and 640 രണ്ട് മേജർ സപ്പോർട്ട് സോൺ ആണ്. 760 നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു റാലിയിൽ തീർച്ചയായിട്ടും റിലയൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ 760 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് ലോവർ ലെവൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ നിക്ഷേപകരെ സംബന്ധിച്ചൊരു അഡ്വൈസബിൾ ആയിരിക്കാം. ദെൻ റാൻബാക്സി ആണ്. ഒരു ഇന്റഗ്രേറ്റഡ് ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. മാർക്കറ്റിംഗ് അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെയാണ്. ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനിലാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഗ്ലോബലി തന്നെ ഇവർ സെയിൽസ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ലാസ്റ്റ് എനിക്കൊന്ന് 1 ഇയർ ആയിട്ട് സ്റ്റോക്കിൽ മൂവ്മെന്റ് വളരെയധികം കുറവാണ്. 468 and 435 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അടുത്ത ഒരു മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന നല്ലൊരു ഫാർമ കമ്പനിയാണ്. കുറച്ച് ഇഷ്യൂ ഈ കമ്പനിയെ സംബന്ധിച്ചുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത്. 468 and 435 രണ്ട് സപ്പോർട്ടാണ്.
520 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് BGR എനർജിയാണ്. BGR എനർജി ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. FISന് വളരെയധികം പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നൊരു കമ്പനിയായിരുന്നു. അതിൽ FISന്റെ വിഡ്രോവൽ വന്നപ്പോൾ ഈ കമ്പനി വലിയൊരു ഷാർപ്പ് ഫോൾ ഉണ്ടായി. ഫണ്ടമെന്റലി വളരെ സൗണ്ട് തന്നെയാണ്. 277 ആൻഡ് 262 രണ്ട് സപ്പോർട്ട് സോണാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയാണ് BGR എനർജി. 310 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ BPCL ഇദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോ. BPCL ഇപ്പോഴത്തെ നിലയിൽ ടെക്നിക്കലി ഈ സ്റ്റോക്ക് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് BPCL. 735 ആൻഡ് 713 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 800 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പ്രവീൺ കുമാറിൻ്റെ പോർട്ട്ഫോളിയോ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഫണ്ടമെന്റലി എല്ലാ സ്റ്റോക്കുകളും വളരെ സൗണ്ടാണ്. അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ വീണ്ടും ഈ സ്റ്റോക്കിൽ പറയുന്ന ലെവൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേളയാണ്. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അടുത്ത കത്ത് നമ്മൾക്ക് നോക്കാം. അടുത്ത സന്തോഷ് കുമാറിൻ്റെ ലെറ്ററാണ്. ഇദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ നഷ്ടമില്ല, 30,000 ഇൻവെസ്റ്റ്മെന്റ് നടത്തി ചെറിയ നഷ്ടം നേരിട്ട ഒരാളാണ്. അദ്ദേഹം സ്റ്റോക്കുകളെല്ലാം തന്നെ സെല്ല് ചെയ്തു. വീണ്ടും അദ്ദേഹത്തിന് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവേശിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ റെക്കമെൻഡേഷനാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. സന്തോഷ് കുമാറിന് മാത്രമല്ല, സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ സ്റ്റോക്കുകൾ നിക്ഷേപത്തിന് പരിഗണിക്കാം. ആദ്യമായിട്ട് IDBI ആണ്. IDBI ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഡൗൺ സൈഡ് റിസ്ക് സ്റ്റോക്കിൽ കുറവാണ്. 86 ആൻഡ് 80 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 105 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ടെക്നിക്കൽ റെസിസ്റ്റൻസ്. ദെൻ IDFC ആണ്. IDFC ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. 117 ആൻഡ് 110 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 134 റെസിസ്റ്റൻസ് ആണ്. ദെൻ ഗോദ്രേജ് കൺസ്യൂമർ ആണ്. ഇതിൻ്റെ വാല്യുവേഷൻ മീൻസ് ഇതിൻ്റെ പ്രൈസ് കുറച്ചൊരു ഹയർ ലെവലിലാണ്. 520 ആൻഡ് 485 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി സ്റ്റോക്ക് വളരെ സൗണ്ടാണ്, പക്ഷേ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറച്ചൊരു ഹയർ ലെവലിലാണ്. 520 ആൻഡ് 485 ലെവൽ വരുമ്പോൾ നിക്ഷേപത്തിന് പരിഗണിക്കാം. 600 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. 20 മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഈ ഒരു ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. 20 ആൻഡ് 1850 രണ്ട് സപ്പോർട്ട് ലെവലാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്ക് ഈ ഒരു ലെവൽ തീർച്ചയായിട്ടും ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 27 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് 27 ലെവൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആയിരിക്കും. ദെൻ LIC ഹൗസിംഗ് ഫിനാൻസ് ആണ്. വളരെ നല്ല റിസൾട്ടായിരുന്നു ഈ കമ്പനി അനൗൺസ് ചെയ്തത്. 248 ആൻഡ് 227 248 ലെവൽ ക്ലോസ് ആയി വാച്ച് ചെയ്യുക. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാം. നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 227 ആണ്. അതൊരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. അത് ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന ഒരു ലെവൽ തന്നെയാണ്. 280 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ ലെവൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ ലെവൽ വരുമ്പോൾ ഇദ്ദേഹത്തിന് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പോഷർ എടുക്കാം. ഒന്നുകിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്, അതല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആയിരിക്കും. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. കാരണം അടുത്തൊരു 1 ഇയർ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. വലിയൊരു റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അടുത്ത ലെറ്റർ ദുബായിൽ നിന്ന് ദീപയുടെ ലെറ്ററാണ്. വലിയൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ ആദ്യമായിട്ട് മെർക്കാറ്റർ ലിമിറ്റഡ് ആണ്. കോൾ മൈനിങ് ആൻഡ് ലോജിസ്റ്റിക്കിലാണ് ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല ഈ സ്റ്റോക്ക്. 1650 ആൻഡ് 15 ആണ് രണ്ട് സപ്പോർട്ട് ലെവൽ. 20 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സ്പൈസ് ജെറ്റ് ആണ്. 2950 26 25 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 38 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഫോർട്ടിസ് ഹെൽത്ത് കെയർ ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കാം. 94 ആൻഡ് 90 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 109 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ കെമിക്കലാണ്. 287 270. ടാറ്റ കെമിക്കൽ വളരെ നല്ലൊരു മൺസൂൺ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. 287 ആൻഡ് 270 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 325 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഗുജറാത്ത് NRE കോക്കാണ്. ഫണ്ടമെന്റലി അത്രത്തോളം സൗണ്ട് അല്ല. ലാസ്റ്റ് 1 ഇയർ ആയിട്ട് സ്റ്റോക്കിൽ മൂവ്മെന്റ് വളരെയധികം കുറവാണ്. 16 ആൻഡ് 14 80 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 19 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ DCW ആണ്. 1560 ഫണ്ടമെന്റലി അത്ര സൗണ്ട് അല്ല ഈ സ്റ്റോക്കും. 1560 ആൻഡ് 1435 ആണ് രണ്ട് സപ്പോർട്ട് ലെവൽ. 1870 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റെർലൈറ്റ് ടെക്നോളജിയാണ്. സ്റ്റെർലൈറ്റ് ടെക്നോളജി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഹോൾഡ് ചെയ്യാവുന്ന സ്റ്റോക്ക് തന്നെയാണ്.
27 and 27 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 3350 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അശോക് ലൈലാൻഡ് ആണ്. അശോക് ലൈലാൻഡ് ഫണ്ടമെന്റലി സൗണ്ടായ ഒരു സ്റ്റോക്ക് തന്നെയാണ്. 2350 ആൻഡ് 21 രണ്ട് മേജർ സപ്പോർട്ട് ലെവലാണ്. 21 മേജർ ഒരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 2775 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ബജാജ് ഹിന്ദുസ്ഥാൻ ആണ്. 26 ആൻഡ് 24 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 3150 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദീപയുടെ പോർട്ട്ഫോളിയോ എല്ലാം തന്നെ വളരെ നല്ലതാണ്. എന്നാൽ ഈ സ്റ്റോക്ക് ഫണ്ടമെന്റലി എല്ലാ സ്റ്റോക്കുകളും അത്രത്തോളം സൗണ്ട് അല്ല. അപ്പോൾ അടുത്തൊരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഫണ്ടമെന്റലി സൗണ്ട് അല്ലാത്ത സ്റ്റോക്കുകൾ എക്സിറ്റ് ചെയ്ത് വേറെ കുറച്ച് ബാങ്കിങ് എക്സ്പോഷർ, തീർച്ചയായിട്ടും അടുത്തൊരു സെക്ടർ എന്ന് പറയുന്ന ബാങ്ക്, അതുപോലെ തന്നെ ഫാർമ സെക്ടറിലൊക്കെ കുറച്ച് എക്സ്പോഷർ എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതുകൊണ്ട് ഈ പോർട്ട്ഫോളിയോ ഒന്ന് റീഷഫിൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ വീണ്ടും ഒരു ഇടവേള. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അടുത്തത് ഖത്തറിൽ നിന്നും PK ബാലകൃഷ്ണന്റെ ലെറ്ററാണ്. എല്ലാ സ്റ്റോക്കുകളും വളരെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അദ്ദേഹത്തിന്റെ സെലക്ഷൻ വളരെ നല്ലതാണ്. സിൻടെക്സ് ആണ്. 56 ആൻഡ് 52 അതിന്റെ സപ്പോർട്ട് ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. 56 ആൻഡ് 52 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 72 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്ക് 960 ആൻഡ് 920. ആക്സിസ് ബാങ്ക് ഇപ്പോൾ കുറച്ചൊരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കുന്നതായിരിക്കും നല്ലത്. 960 ആൻഡ് 920 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1070 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഓർക്കിഡ് കെമിക്കലാണ്. 103.97 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഒരു ലോ മൂവ്മെന്റ് ആണ് ലാസ്റ്റ് 1 ഇയർ ആയിട്ട് സ്റ്റോക്കിൽ. 123 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. അടുത്തത് ടാറ്റ സ്റ്റീൽ ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. 396 ആൻഡ് 380 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 444 ആണ്. ഇമ്മീഡിയറ്റ് മാർക്കറ്റ് ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാം. അതുകൊണ്ട് 444 വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു സെല്ലിംഗ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ടാറ്റ കോഫിയാണ്. 889 ആൻഡ് 860 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 1000 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ വളരെയധികം പാൻറ്റലൂൺ റീറ്റെയിൽ അങ്ങനെ വലിയൊരു പോർട്ട്ഫോളിയോ ആണ്. സെലാൻ എക്സ്പ്ലോറേഷൻ സമയപരിമിതി മൂലം എല്ലാ സ്റ്റോക്കുകളും ഇവിടെ പരിഗണിക്കുന്നില്ല. നെക്സ്റ്റ് വീക്ക് ടെക്നിക്കലി മാർക്കറ്റിൽ ഒരു അപ് മൂവ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ടെക്നിക്കലി ഒരു പോസിറ്റീവ് സോണിലാണ് മാർക്കറ്റിന്റെ ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് മാർക്കറ്റ് കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ടെക്നിക്കലി 5200 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ 5260 ആൻഡ് ഫൈനലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5300. ഒരു ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 5080. സ്റ്റോപ്പ് ലോസോട് കൂടി ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആയിരിക്കാം. മേജർ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5000 to 5040 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ റീ എൻട്രി നടത്താനായിട്ട് പല സ്റ്റോക്കുകളിലും എൻട്രിക്കുള്ളൊരു അവസരമായിട്ട് തന്നെ കാണുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. നമസ്കാരം.